2027 ദേശീയ സെൻസസ് ആരംഭിച്ചിരിക്കുകയാണല്ലേ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ആദ്യ സെൻസസ് ആണ് ഇത്തവണത്തേത് എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇതിനായുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദമായി നോക്കാം. sc.census.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വരുന്ന പേജിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ക്യാപ്ചയും കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും കൊടുത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമായിരിക്കും ഉപയോഗിക്കാൻ കഴിയുക. ഇങ്ങനെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കുക. ഈ സമയം ഒരു OTP നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. അത് പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏറ്റവും മുകളിൽ കണ്ടോ, നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. മലയാളമാണെങ്കിൽ മലയാളം എന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഭാഷ സെലക്ട് ചെയ്യുക. ഒരു തവണ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ കഴിയില്ല. അതുകൂടി ശ്രദ്ധിക്കുക. പ്രൊസീഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ജില്ല ഏതാണെന്ന് കൊടുക്കുകയാണ്. ശേഷം പിൻകോഡ് അടിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ നമ്മുടെ വില്ലേജും ഏതാണെന്ന് കൊടുക്കുക. ഇനിയുള്ള ഘട്ടം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും സമയമെടുത്ത് കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. അതായത് നമ്മുടെ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു മാപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം. വീട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലം സ്ഥിരീകരിക്കുക. ശേഷം ഇങ്ങനൊരു കുഞ്ഞു ടാബ് വരും. അതിൽ വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ വീടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത്. 33 ചോദ്യങ്ങളാണുള്ളത്. കൃത്യമായും സത്യസന്ധമായിട്ടുമുള്ള ഉത്തരങ്ങളാണ് നൽകേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം ആലോചിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. ഇങ്ങനെ 33 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ടാബ് വരും. അത് പ്രൊസീഡ് ചെയ്യുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 11 ഡിജിറ്റുള്ള സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അക്കൗണ്ടിലേക്കും കിട്ടും. ഇത് സൂക്ഷിച്ചു വെക്കുക. എന്യൂമറേറ്റേഴ്സ് വീട്ടിൽ വരുമ്പോൾ ഈ നമ്പറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഘട്ടത്തിൽ കൊടുത്ത ഉത്തരം തെറ്റായിപ്പോയി മാറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ എന്യൂമറേറ്റേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരോട് കാര്യങ്ങൾ പറയുക. ജൂൺ 16 മുതലാണ് ഈ പറഞ്ഞ ഡിജിറ്റൽ സെൻസസ് ആരംഭിച്ചത്. ജൂൺ 30 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. കൃത്യമായും സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യാനും. താങ്ക് യു.